എവിടെയാ പോന്നേ? നമ്മള് എവിടെയാ പോന്നേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ലോങ് റൈഡ് പോവാണ്. നമ്മൾ ഐസുമുള്ള ആദ്യത്തെ യാത്ര. ഐസു ഇതുവരെ യാത്ര പോയിട്ടില്ല. നമ്മള് ആദ്യത്തെ യാത്ര ഏകദേശം ഒരു 100-300 കിലോമീറ്റർ നമ്മളിപ്പോൾ ഇപ്പം നമ്മളുള്ളത് കറക്റ്റ് കൂർഗിലേക്ക് പോകുന്ന കുടകിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അതായത് നിന്റെ വീട്ടിൽ നിന്ന് മൂറനാട് നിന്ന് ഇറങ്ങിയതല്ല, കുടകെത്തി കുടകിന്ന് നമ്മൾ മംഗലാപുരം പോയി അവിടുന്ന് എങ്ങനെ രണ്ടൊന്നും ഇല്ലാത്ത പോക്ക. ഐസ മോളെ ആദ്യത്തെ യാത്ര. ഐസ മോളെ ആദ്യത്തെ യാത്ര കേട്ടോ. യാത്രാപ്രേമിയായ ഉപ്പാന്റെയും യാത്രാപ്രേമിയായ ഉമ്മാന്റെയും ഐസ മോളെ ആദ്യത്തെ യാത്ര. അത് ലോങ് തന്നെ ആയിക്കോട്ടെ, അതല്ല അതിന്റെ ഭംഗി. ഐസന്റെ മുഖത്തെന്താ ഒരു കുരു പോലെ? കൊതുവാ? ശ്രദ്ധിക്കാൻ നെറ്റ് ഉണ്ടായിട്ടില്ലേ? നെറ്റിലോളം ഉറങ്ങണ്ട. സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. നിന്റെ കുടകിൽ നിന്റെ നാട്ടിലുള്ള സ്ഥലങ്ങൾ. ഇതിനൊക്കെ എന്താ നിങ്ങളെ നാട്ടിൽ പറയാ? നല്ല പേരൊക്കെ ഉണ്ട്. വയലെന്നൊക്കെ പറയും. നിങ്ങളെ കണ്ടം എന്ന് പറയാം. ഇത്ര നേരം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ. നല്ല മഴ, നല്ല തണുപ്പ്. പക്ഷെ ക്ലൈമറ്റ് നല്ലോണം പിടിച്ചിന്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഭൂഷ്യമല്ല, കിട്ടലും അതിന് ഹെവി റെയിനായിരുന്നു. ഇനി കുടകി കയറിയാൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ള. തണുപ്പുണ്ടോ ഇല്ലയോ അവിടെ എത്തിയിട്ട് നോക്കണ്ടോ. ഇത് കൊടകന്നെ അല്ല, പ്രോപ്പർ കൊടകില്ലേ? മറ്റേ എന്താ പറയാ, കുശാൽനഗർ. ആ കുശാൽനഗർ. കോട്ടയ്ക്ക് എന്നെല്ലാം പറയുമ്പോ എല്ലാവരുടെ മൈൻഡിൽ അങ്ങനത്തെ ആടെല്ലാം വരാ, മനസ്സിലായ? എല്ലാവരുടെ മൈൻഡിലും കൊടകിൽ നിന്നൊക്കെ പറയുമ്പോ ആ ഭാഗങ്ങളൊക്കെ വരാം. ഈ ഭാഗം ആരും ഓർക്കൊന്നുമില്ല. നല്ല ക്ലൈമറ്റ്. അതെ, നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. പാട്ടും ഒക്കെ കിട്ടും. ഫോട്ടോ കഴിഞ്ഞാല ഇത് നമ്മള് കുടകിന്ന് മംഗലാപുരം പോകുന്ന റൂട്ട് കേട്ടോ. കുടകിന്ന് കറക്റ്റ് മംഗലാപുരം പോകുന്ന റൂട്ട്. നല്ല നല്ല ക്ലൈമറ്റ്, നല്ല വൈബുള്ള ക്ലൈമറ്റ്. മഴയുണ്ട്, നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. എന്താ രസമല്ലേ? നല്ല അടിപൊളി. നമ്മൾ തണുപ്പ് പിടിച്ചെന്ന് നോക്കണെങ്കിൽ സൗണ്ടൊന്നും വരുന്നില്ലല്ലോ. സൗണ്ട് കട്ടഞ്ഞ് കിടക്കുന്നുണ്ട്. പപ്പ് പറഞ്ഞ പോലെയാണ്. താമരശ്ശേരി ചുരം ഇങ്ങനെ പോകുന്ന റോഡ്. പഠിച്ചോനെ കാത്തോളി. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ആംബുലൻസ് പോയി. ക്യാപ്പ് കൊടുത്തിരുന്നു. എന്താ വ്യൂ ആരിഫ? ഓടി. എനിക്ക് നാട്ടിലൊരു സ്ഥലത്തിന്റെ പേര് പോലും അറിയില്ല. എന്റെ നാടാണ്, ശരിയാണ്. പക്ഷെ എനിക്ക് നാട്ടിലെ സ്ഥലത്തിന്റെ ഒരു പേര് പോലും അറിയില്ല. എന്തുകൊണ്ട് എനിക്ക് അറിയാത്ത? അതെന്താടി എന്റെ നാട്ടിലെ സ്ഥലങ്ങൾ എനിക്കറിയാത്ത? ഇപ്പൊ ഞാൻ ഇനി ഏറെല്ലാം കൂട്ടി പോകുന്നുണ്ട്. നടക്കട്ടെ.
പാട്ട് പറഞ്ഞിട്ടെ ഇവിടെ കോപ്പിറൈറ്റ് നല്ല മഴയല്ലേ തണുപ്പ് പിടിച്ചിരുന്നു നല്ലോണം മഴ പിടിച്ചു മഴ നല്ല അടിപൊളി മഴ എനിക്ക് തണുപ്പ് പിടിച്ചിട്ട് സൗണ്ട് വേണ്ടില്ല ആ ചുരം കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോ ചെവി രണ്ടൊന്നാണ് ഇനി മഴ കാച്ചി റൈനാണല്ലോ എന്താണ് ക്യാമറ ഗേൾ താങ്കളെല്ലാം പകർത്തി കഴിഞ്ഞോ എല്ലാം പകർത്തി കഴിഞ്ഞാ എന്താ അയ്യോ സുഖം സുള്ളിയ ടൗണിൽ നല്ല തിരക്കാ നല്ല തിരക്കുണ്ട് ഇത്ര നേരം നമ്മൾ ആ ഒരു പച്ചപ്പ് അത് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ നല്ല തിരക്കുണ്ട് ഇവിടെ ഏകദേശം ഒരു ചെറിയൊരു വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഏകദേശം 4 മണിക്കൂറുണ്ടാവും നമ്മൾ പോകുന്ന ലൊക്കേഷനിലേക്ക് ഈ ഓട്ട് ചായ കുടിച്ചിട്ടായിരുന്നു അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടാ നീ ഓട്ടുണ്ടാവും ഇപ്പൊ ആരാ പറഞ്ഞേ നീ ഓട്ട് ഞാനെന്താക്കാ ഉടുപ്പിൽ പോയിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് ചായയും മസാല ദോശ എനിക്ക് മസാല ദോശ മതി മാസല് നീ ഓട്ടിയിട്ട് ഒരു റൗണ്ടെല്ലാം അടിച്ചിട്ട് അവിടെ വരുമ്പോക്ക് ഒരു കോഫിയോ ഒരു മസാല ദോശയോ വാങ്ങിച്ചിട്ട് ഞാൻ പുറത്ത് വെക്കാം എന്താ പറയുന്നത് സൂപ്പറല്ലേ അടിപൊളി നല്ല പോട്ടെ പിന്നെ നീ ഓട്ടിട്ട് എവിടെയാ പോന്നേ ഐസു ഉറങ്ങിപ്പോയല്ലോ നല്ല ഉറക്കം എന്റെ പൊന്നെ ഉറങ്ങിപ്പോയല്ലോ ഉറങ്ങിപ്പോയി നല്ല വെയില് വന്നല്ല ഇത്ര നേരം മഴ എന്തൊക്കെയായിരുന്നു കാർമേഘങ്ങൾ മൂടിക്കിടക്കുന്ന കാർമേഘങ്ങളൊക്കെ മൂടിക്കിടന്ന ക്ലൈമറ്റ് ഇപ്പൊ നോക്ക് ആ വെയില് തുടങ്ങി എനിക്കൊന്ന് മംഗലാപുരമൊക്കെ നല്ല വെയിലായിരിക്കും അല്ലേ ഒരാള് വണ്ടി കേറിയപ്പം തുടങ്ങി ഛർദിയാ ഇത് 4ാമത്തെ പ്രാവശ്യമായിട്ട് ഐസമോള് ഉറങ്ങിപ്പോയി ഐസമോളെ ഫസ്റ്റ് യാത്രയാ അയാള് നല്ല ഉറക്കില്ല ഇതോ എടേ എന്താണ് എന്തുപറ്റി 4ാമത്തെ എനിക്ക് കുളിക്കാൻ വേണ്ടിക്കാം ഐസു ഉമ്മിനോട് സംസാരിക്കുന്ന ഇന്നോട് ഇനി ഛർദിക്കണ്ടെന്നാ പറയുന്നേ ഐസോന്റെ ആദ്യത്തെ യാത്രയല്ലേ ഇനി ഛർദിച്ചിട്ട് കൊളാക്കണ്ടെന്നാ പറഞ്ഞ ഐസോ അല്ലേ നോക്ക് ഐസോ ഉമ്മിനോട് പറ ഛർദിക്കണ്ട പറ ഹായ് ഗൈസ് ഹലോ ഗൈസ് നെക്സ്റ്റ് ഓള് വരും ഹലോ ഗൈസ് ആക്കിട്ട് പറ ഹലോ ഗൈസ് പറ ഐസ ഇന്നത്തെ കഴിഞ്ഞ നെക്സ്റ്റ് നാളെ ആ ക്ലൈമറ്റ് മാറി നോക്കിയ പെട്ടെന്ന് നല്ല വെയിലത്ത് പെട്ടെന്ന് ഡാർക്കായി ഇപ്പൊ മതി ഇതോട് കേട്ടാ പറഞ്ഞിട്ടല്ലേ അരി ആ പെട്ടെന്ന് എന്താ പറയാ നല്ല വെയിൽ വന്നിരുന്നു അല്ലേ പെട്ടെന്ന് നോക്കുമ്പോ ഡാർക്കായി
സമയം എത്രയാ? സമയം കറക്റ്റ് 12:30 മണി. ഉച്ചക്ക് 12:30 മണി കേട്ടാ. ഇടട്ടെ കാണുന്നില്ല. 12:30 മണി ഉച്ചക്ക്. ഓ നല്ല മഴ കേട്ടോ. ഓ ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. ഞാൻ ആ വെയിലെല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ നല്ല വെയിലായിരിക്കും ഇനിയെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ രണ്ടാമത് എന്താ മഴ. പുളി ഇതെവിടെയല്ലേ? ഇത് എവിടെയല്ലേ എന്താക്കുന്നേ? ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നയാ? തിന്നാനി തുറന്നോണ്ടേ അരി ഓയ് എന്നാ മേടിച്ചേ? പ്ലമ്മാ? ഐസോ ഐസോനെ കാണിച്ചാ? ഐസ ചളി വിട്ടുണ്ടേ, ഫുള്ള് ചളിയാ കാലം കണ്ടാ. ഐസോ ഐസോ ഐസ 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 എടിയാ പോയേ? എടി പോയേ? ഫ്രൂട്ട്സ് മേടിക്കാൻ പോയാ? ഫ്രൂട്ട്സ് മേടിക്കാൻ പോയതാ? എന്താക്കാത്ത? അല്ലെങ്കിൽ സംസാരിക്കുമല്ലോ. നോക്കുന്നതാ. ഏതോ ഒരു റൂട്ട് കേട്ടാ, ഒരു പിടുത്തം ഇല്ലാത്ത റൂട്ടാ. ഒരു പിടുത്തമില്ലാത്ത റൂട്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് വീണ്ടും പണി തരുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വന്നേ അല്ലേ അരിഫ? അരിഫ നേരത്തെ പറയുന്നുണ്ട് തെറ്റിയിട്ടുണ്ടാവോ ആരിഫ? റൂട്ട് തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗൂഗിൾ മാപ്പ് തന്നെയാണ് കാണിക്കുന്നത്. പോയി നോക്കാം. വെറുതെ പറയുന്ന റൂട്ട് തെറ്റി അല്ലേ? റൂട്ട് തെറ്റിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിലെ തന്നെ കാണിക്കുന്നത്. ഇതേ കർണാടകയിലുള്ള ഏതോ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി കേട്ടോ പോകുന്നത്. നല്ല പക്ക ഗ്രാമം, നല്ല അടിപൊളി വൈബ് ഉണ്ട്. പക്ഷെ റൂട്ട് കറക്റ്റ് ആണോ എന്ന് ഇപ്പം തീരുമാനമായിട്ടില്ല. പക്ഷെ നല്ല ഗ്രാമം കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നേരത്തെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി അമ്പലമായിരുന്നു. ഏതോ ഒരു ഗ്രാമത്തിലാട്ടോ ഉള്ളത്. നല്ല എന്താ പറയുക, പ്രകൃതി രമണീയമായ ഗ്രാമം. ഗ്രാമങ്ങളാണ് ഇതിന്റെ അകത്ത്. ഇത് കാടാണ് ആക്ച്വലി, പക്ഷെ ഇതിന്റെ അകത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളുണ്ട്. കാണിച്ചാൽ
ഇത് എവിടെയാന്നുള്ളൊരു പിടുത്തല്ല കേട്ടാ. നല്ല ഉള്ളി ഗ്രാമ, നല്ല ഇനി ഇത് വല്ല ഷോർട്ട് കട്ടാണോ എന്നറിയില്ല കേട്ടോ. കാരണം ഒരുപാട് വീടുകളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ, ചെറിയ ചെറിയ വീടുകൾ. വഴി മാറും മുണ്ടക്കൽ ശേഖര പറടാ. അതിന്റെ ബോഡി ഷോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രാമമാണോ കാടാണോ എന്ന് മനസ്സിലായിട്ടില്ല. കുറെ ഇടക്കിടക്ക് വീടുകളുണ്ട്, ഇടക്കിടക്ക് നല്ല എന്താ പറയാ തിക് ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നേ അല്ലേ? അടിപൊളി സ്ഥലമായിരുന്നില്ല അത്? നമ്മളങ്ങനെ റൂട്ട് മാറി കയറിയാണ് നല്ലൊരു സ്പോട്ട് കിട്ടിയില്ലേ? നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇടയ്ക്ക് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പാറക്കല്ല്. നേരത്തെ പേടിച്ചു പോയി. എന്ന് വെച്ചാല് റൂട്ട് മാറിയിട്ട് കയറിയത് ഒരു എന്താ പറയാ ഒരു ഏരിയ. ആ ഏരിയക്ക് അങ്ങനെ പേര് കാര്യങ്ങളൊന്നുമില്ല. ഒരു ആർച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആർച്ചിന്റെ അകത്ത് അമ്പലത്തിലേക്ക് പോകുന്ന വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിക്കും അമ്പലത്തിന്റെ അവിടെ പോയിട്ട് അത് ഉണ്ടാവും എന്ന് വിചാരിച്ചു. നോക്കുമ്പോ അതല്ല, അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഹൈവേയിലേക്ക്. ഇനിയിപ്പോ സ്ട്രൈറ്റ് റോഡ് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. എല്ലാവരും പുറത്തെത്തിയല്ല. നേരത്തെ പാലത്തിന് പണി കഴിഞ്ഞതാണോ? കഴിഞ്ഞതായിരിക്കും അല്ലേ? ആരിഫ, നല്ല ഉറക്കാണല്ലോ. നിങ്ങൾ ഉറങ്ങിയ? അയ്യോ, ഇനിയും ഉണ്ടല്ലേ, 2 മണിക്കൂറോളം ഉണ്ടോ? അയ്യോ, ഏതോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ല ഉറക്കിലാണല്ലോ. ഏയ് എനിക്ക് ഉറങ്ങിപ്പോയാ? മോളോ? ഐസ എണീച്ചിനാണ്. ഇതേതാ സ്ഥലോ? എവിടെ? എടുക്കണ കരിക്കണ? വേറെ തിന്ന് ഐജ തിന്ന്. ഇന്ന് പറഞ്ഞ ഐജ തിന്ന് പറയുന്നേ. നീ തിന്ന്? എന്റെ പൊന്ന തിന്ന്. എന്റെ പൊന്ന തിന്ന്. പൊന്ന തിന്നിനാ?
ബ്ലോക്കിലാ മാറി തരൂല ബ്ലോക്കാ ബ്ലോക്കാ ആ പോയി നല്ല ഫോമിലാണല്ലോ കൈയെല്ലാം വെച്ച് നോക്കിയ എന്റെ മോളെ ഐസോ ഐസാ ഐസാ എന്റെ ഐസ മോള് ഫോമില ആരും ഇടങ്ങാറാക്കണ്ട എന്റെ മോളെ അടിപൊളി സ്ഥലം എല്ലാവരും ഫോണിക്ക് പക്ഷെ നല്ല വെയിലുണ്ട് പക്ഷെ അതിന് കണക്കായിട്ട് എന്താ പറയാ നല്ല സൂപ്പർ സ്പോട്ട് ഓഫ് വ്യൂ അങ്ങനെ നല്ല വാഴത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നോക്കൂ 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 വാഴത്തോട്ടങ്ങൾ നോക്കൂ ഇതൊക്കെ ഏതാ ഏരിയ ആണാവോ ഇവിടെ ഫുള്ള് ഡാമോ ഇവിടെ ഫുള്ള് വാഴത്തോട്ടം ഫുള്ള് 2 കിലോ വാങ്ങിച്ചിട്ടാലോ അരിഫ വണ്ടിയില് വായല്ലേ അത് പഴയ എടുത്തല്ലോ ചോദിക്കും തട്ടെടുത്തു എന്താ വേണ്ട വാഴ എന്താ വേണ്ട അരിഫ അരി എന്താ വേണ്ട വാഴ നീ പറഞ്ഞത് എത്തിയില്ലേ ഞാൻ അതല്ല ചോദിക്കുന്നേ നമ്മളിത് എവിടെയാ പോന്നേ നേരത്തെ ഞാനുണ്ട് ഇതേപോലത്തെ റോട്ടിൽ കയറി 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 ഇതെല്ലാം നല്ല റോഡ് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് മംഗലാപുരത്തിന്റെ ഉടുപ്പി ഏകദേശം ഉടുപ്പി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ ഉടുപ്പി കഴിഞ്ഞു തോന്നുന്നു നല്ല റോഡാ കുഴപ്പമൊന്നും രാത്രി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നമ്മള് ഉടുപ്പിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ മുന്നോട്ട് വന്നു നല്ല അടിപൊളി സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലം നല്ല വൈബുണ്ടായിരുന്നു അതായത് ചില സ്ഥലങ്ങളിൽ നല്ല വെയിലാ പക്ഷെങ്കിൽ ആ സമയത്ത് തന്നെ മഴയും പെയ്തു വെയിലും മഴയും കൂടി ഒന്നിച്ചിട്ട് പിന്നെ ഇതായി കാണുന്ന പോലെ നോക്കിയ റോഡില് നായ്ക്കള് ബ്ലോക്ക് ആക്കി എല്ലാ ഏരിയയിലും ഉണ്ട് നായ്ക്കൾ മാത്രമല്ല പശുക്കളും ഉണ്ട് അല്ലെ ഇഷ്ടംപോലെ പശുക്കള് നായ്ക്കള് എല്ലാം ഉണ്ട് അടിപൊളി സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ കാരണം നമ്മുടെ പാടങ്ങൾ അതൊക്കെ പാടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ആ പാടത്തിന് മറ്റേ പച്ചപ്പില്ലേ നല്ല കട്ടിപ്പച്ച അത് കാണുന്ന നല്ല ഭംഗി നല്ല രസമുണ്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പോവാം ഇതിൽ പൊതുവെ എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഉള്ളിലോട്ട് പോകാൻ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ടൗണിൽ കൂടി പോവാണെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാതെ തന്നെ നേരെ പോകാൻ പറ്റും പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറി പോയത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളും പിന്നെ ആടുള്ള വില്ലേജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് ഏതായാലും എത്താനായി ഏകദേശം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറും കൂടി ഉണ്ടോ ഏകദേശം 1 മണിക്കൂറും കൂടി ഉണ്ടോ നമ്മളിപ്പോ പോകുന്നത് മറ്റേ ആരിഫാടി ഇത്താത്തന്റെ വീട്ടിലേക്ക് കേട്ടോ മംഗലാപുരം അല്ല മംഗലാപുരം കഴിഞ്ഞിട്ടാണ് കുന്താപുരം ഏകദേശം അങ്ങ് ബോർഡറിലാണ് അവിടത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 1 മണിക്കൂറും കൂടി ഉണ്ട് വെറും 45 മിനിറ്റുകൾ മാത്രം നമ്മുടെ ഈ ലോങ് ജേർണി അവസാനിക്കാൻ വെറും 45 മിനിറ്റുകൾ മാത്രം നിന്റെ ട്രിപ്പ് ഐസന്റെ ലോങ് ട്രിപ്പ് അങ്ങനെ നമ്മള് കുന്താപുരം എത്തി കേട്ടോ കുന്താപുരം എത്തി ഇത് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളു അല്ലെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടുന്ന് കുറച്ചെന്ന് വെച്ചാ ഉണ്ടാവും ഒരു അരമണിക്കൂർ ഒരു കാമണിക്കൂറും കൂടി ഉണ്ടാവും അല്ലേ കൊല്ലൂർ ടെമ്പിൾ പനവേൽ എത്ര കിലോമീറ്റർ ആണ്
പിന്നെ കരയാനും വിടൂലേ നീ. കൊല്ലൂർ മുർദ്ദേശം അല്ലേ? നേരത്തെ പനവേലിന്റെ ഒരു വീട് കണ്ടല്ലോ അല്ലേ? ആ വണ്ടി നോക്കി ആരിഫ, ഫുള്ള് ലോഡാ. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാലുണ്ടല്ലോ. ലൂസ് ഒന്നല്ല, കെട്ടെല്ലാം ടൈറ്റ്. അത് ഇവിടെ സപ്പോർട്ടിന് ലൂസ് കെട്ടിനേ ഉള്ളു, മറ്റേ ടൈറ്റാ. ഡേഞ്ചറാ ഡേഞ്ചർ ഡേഞ്ചർ. നമുക്ക് പോവാം. നോക്കി നീ ആ സൈഡ് മാറ്റൊന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പനവേല് 282 കിലോമീറ്റർ വരും. ഇതാണ് കൊല്ലൂർ റിവർ. കൊല്ലൂർ റിവർ കണ്ടാ, നല്ല അടിപൊളിയാട്ടോ കാണാൻ. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലേ? നല്ല രസമുണ്ട്. ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന നല്ല ഭംഗിയുണ്ട്. ഇത്രയും നീളുണ്ടടി, ഇതൊക്കെ ഭയങ്കര ലോങ്ങാണല്ലോ. അവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടാ. അപ്പുറത്തേക്കൊന്ന് ഇവിടെ ഇവിടെ കിട്ടുമല്ലോ അല്ലേ? ഇവിടെ കിട്ടും, നല്ല സൈഡ് നല്ലോണം കിട്ടും. അവിടെ നല്ല ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ആ സൈഡ്. ഫ്രഷാ. അത് കഴിഞ്ഞ് അങ്ങനെ ഏകദേശം നമ്മൾ എത്തിയട്ടോ. ഒരു 10 മിനിറ്റും കൂടി ഉള്ളു അവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നേരത്തെ ഇവിടുന്ന് അവസാനിക്കും. ഇത്രയും ഉണ്ടാവില്ല, നമ്മൾ എത്തുന്നവരെ ഉള്ള ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ. ഐസുവിന്റെ ആദ്യത്തെ ട്രിപ്പ്, അതും ലോങ്. ഐസാ ഭാഗ്യം കേട്ടാ, ഇത്രയും ലോങ് ഫസ്റ്റത്തെ ട്രിപ്പ്. എവിടെ പോയ നീ? ഐസാനെ കൂട്ടി ഒരു കാശ്മീർ പോണേ. കാശ്മീർ നീ അവിടെ പോന്നല്ലേ? ക്യാമറയാ നോക്കുന്നില്ല, നിങ്ങളപ്പുറത്തോള്. ഇനിയിപ്പോ ഇന്ന് ഇവിടുന്ന് തിരിക്കല് നടക്കും തോന്നില്ല, നാളെ തിരിക്കാൻ തോന്നുന്നു. നാളെ രാവിലെ ഇവിടെ പോയിട്ട് നോക്കണ്ട ടയർഡോ? നീ ടയർഡായ? എത്ര 3 പ്രാവശ്യം 4 പ്രാവശ്യം ഛർദിച്ചല്ലേ? അയ്യോ. ഇതേതാ സ്ഥലം? ഗംഗോളി. എന്താ ഗംഗോളി? അതാ അവിടെ ബോർഡുണ്ട്. ഇതേതാ? ഗംഗോളി ബീച്ചാ? കാസി ബീച്ചാ? നിങ്ങളെ പണ്ടത്തെ സ്ഥലം ഇത്? ഇതേതാ? റാസി ബീച്ചാ? ത്രാസി. ത്രാസി ബീച്ച്. ത്രാസി ടി അല്ലേ? ട്രാസി. അന്നെ ത്രാസി. ഐസോന് ബീച്ച് കാണിച്ചു കൊടുക്കും. ബീച്ച് ബീച്ച് കണ്ടാ? ഐസോ ആദ്യമായിട്ടല്ലേ ബീച്ച് വന്ന്? ഐസോന്റെ ആദ്യത്തെ കാഴ്ച കേട്ടോ ബീച്ചിൻ്റെത്. അതും ത്രാസിയിൽ പോയിട്ട് കാണേണ്ട അവസ്ഥയായി. കോഴിക്കോട് ബീച്ച് കാണിച്ചിട്ടില്ല അവർക്ക്.